നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. KSKTU സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം പട്ടികജാതി പട്ടികവർഗ നഗറുകളിലെ വീടുകൾ സന്ദർശിച്ചു തയ്യാറാക്കിയ മെമ്മോറാണ്ടം കൊടകര ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾക്ക് സമർപ്പിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ ടൗൺ അമ്പ് വർണ്ണാഭമായി. തൃക്കൂർ മതിക്കുന്ന വേലയ്ക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഇനി അതിദരിദ്രരില്ലാത്ത ഗ്രാമപഞ്ചായത്ത്. ചാലക്കുടി വെട്ടിക്കുഴി ജനവാസ മേഖലയിൽ പകൽ കാട്ടാന ഇറങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. KSKTUവിന്റെ നേതൃത്വത്തിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾക്ക് മെമ്മോറാണ്ടം സമർപ്പിച്ചു. KSKTU സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം പട്ടികജാതി പട്ടികവർഗ നഗറുകളിലെ വീടുകൾ സന്ദർശിച്ച് തയ്യാറാക്കിയ മെമ്മോറാണ്ടം കൊടകര ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾക്ക് സമർപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. മെമ്മോറാണ്ടം കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ സമരകേന്ദ്രത്തിലെത്തി ഏറ്റുവാങ്ങി. VK മുകുന്ദൻ അധ്യക്ഷനായി. KD അപ്പച്ചൻ, സ്വപ്ന സത്യൻ, CA റെക്സ്, സജിത ജോയ് എന്നിവർ സംസാരിച്ചു. പട്ടികജാതി ജനവിഭാഗങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും വികസന പ്രശ്നങ്ങളും ഗൃഹസന്ദർശനം നടത്തിയാണ് സമാഹരിച്ചത്. പാർപ്പിടം, കുടിവെള്ളം, വഴി, വൈദ്യുതി, പട്ടയം, റേഷൻ കാർഡ് തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഗൃഹസന്ദർശനത്തിൽ പരാതിയായി വന്നു. മനസ്സിലാക്കി അത് മെമ്മോറാണ്ടമാക്കി തദ്ദേശ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കുക എന്ന ഒരു തീരുമാനമെടുത്തിരുന്നു. ഗൃഹസന്ദർശനമൊക്കെ നടത്തി വ്യത്യസ്ത രീതിയിലുള്ള ആവശ്യങ്ങൾ ഓരോ വർഷവും നമ്മൾ പ്രോജക്റ്റിനായി വെക്കുന്നത്. അതുകൂടാതെ ജനവിഭാഗത്തിൽ നിന്നും പ്രോജക്റ്റുകൾ വെക്കാറുണ്ട്. മന്ത്രിസഭയുടെ കാലം മുതൽ കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ ടൗൺ അമ്പ് വർണ്ണാഭമായി. രാവിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് അമ്പ് ലില്ലി എഴുന്നള്ളിപ്പ് നടന്നു. ഉച്ചതിരിഞ്ഞ് 5:30 ചാലക്കുടി കൈരളിയുടെയും പാല ന്യൂ വോയ്സിന്റെയും നേതൃത്വത്തിൽ സൌഹൃദ ബാൻഡ് മേളം ഉണ്ടായിരുന്നു. കൂടാതെ കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ DJയും കൊടകര ടൌണിൽ ഫിഗർ ഷോ ആൻഡ് മ്യൂസിക് സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് അമ്പ് പ്രദക്ഷിണം ഉണ്ടായി. മതിക്കുന്ന വേലയ്ക്ക് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. തൃക്കൂർ മതിക്കുന്ന വേല എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ഊട്ടോളി അനന്തനാണ് ഇടഞ്ഞത്. രാവിലെ എഴുന്നള്ളിപ്പിന് മുൻപാണ് ആന അനുസരണക്കേട് കാണിച്ചത്. ഇടഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിച്ച ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് പെട്ടെന്ന് തന്നെ തളച്ചു. രാവിലത്തെ എഴുന്നള്ളിപ്പിന് തിടം പേറ്റുന്നതിനാണ് ആനയെ കൊണ്ടുവന്നത്. ഇടഞ്ഞ കൊമ്പൻ നാശനഷ്ടങ്ങളൊന്നും വരുത്തിയില്ല. ആനയെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാതെ കൊണ്ടുപോയി. പിന്നീട് 4 ആനകളെ ഉൾപ്പെടുത്തി എഴുന്നള്ളിപ്പ് നടത്തി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഇനി അതിദരിദ്രരില്ലാത്ത പഞ്ചായത്ത്. സംസ്ഥാന സർക്കാർ 2025 നവംബർ 1 അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നോടിയായി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഈ നേട്ടം കൈവരിക്കുന്നു. 13 പേരാണ് നിലവിൽ ഈ ലിസ്റ്റിലുണ്ടായിരുന്നത്. അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന നന്ദിക്കരയിലെ ശ്രീവത്സം വീട്ടിൽ സെൽവത്തിനും കുടുംബത്തിനും ഗ്രാമപഞ്ചായത്ത് വീട് നിർമ്മിച്ചു നൽകിയതിന്റെ താക്കോൽ കൈമാറൽ പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. വാർഡ് മെമ്പർ രാധാ വിശ്വംഭരൻ അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ്, മെമ്പർമാരായ നന്ദിനി രമേശൻ, നന്ദിനി സതീശൻ, ശ്രുതി ശിവപ്രസാദ്, പഞ്ചായത്ത് സെക്രട്ടറി G സബിത, കുടുംബശ്രീ ചെയർപേഴ്സൺ സരിത തിലകൻ, വൈസ് ചെയർപേഴ്സൺ അമ്പിളി വേണു, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഷീജ PC എന്നിവർ സംസാരിച്ചു. ചാലക്കുടി വെട്ടിക്കുഴി ജനവാസ മേഖലയിൽ പകൽ സമയത്ത് കാട്ടാന ഇറങ്ങി.
കോടശ്ശേരി പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര പ്രദേശമായ വെട്ടിക്കുഴിയിലാണ് രാവിലെ കാട്ടാന ഇറങ്ങിയത്. വാഗപ്പറമ്പൻ ജേക്കബിന്റെ വീട്ടുപറമ്പിലൂടെ വന്ന കാട്ടാന റോഡിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ച് തൊട്ടടുത്തുള്ള തട്ടിൽ റോസിയുടെ മതിൽ ഗേറ്റ് തകർത്ത് പറമ്പിൽ കയറി പുല്ല് പറിച്ചെടുത്ത ശേഷം തിരിച്ചിറങ്ങി ചൂളക്കടവ് റോഡിലേക്ക് കയറി. ഈ സമയം നാട്ടുകാരോ വാഹനങ്ങളോ സ്കൂൾ വിദ്യാർത്ഥികളോ ഒറ്റപ്പെട്ട വഴിയിൽ ഉണ്ടായിരുന്നില്ല എന്നത് ഭാഗ്യം. 6 മാസത്തിനുള്ളിൽ ഇത് 3ാം തവണയാണ് കാട്ടാന ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളവും വനത്തിൽ ലഭിക്കാതെ വരുമ്പോഴാണ് നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. സംസ്ഥാന ഭിന്നശേഷിക്കാരുടെ പാരാ അത്ലറ്റിക് മീറ്റിൽ ജേതാക്കളായ തൃശൂർ ടീമിന് ചാലക്കുടി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ചാലക്കുടി സൌത്ത് ജംഗ്ഷനിൽ നടത്തിയ പരിപാടി ലയൺസ് പാസ്റ്റ് മൾട്ടിപ്പിൾ ചെയർമാൻ സാജു ആന്റണി പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോമി കാവുങ്കൽ മെഡലുകൾ സമ്മാനിച്ചു. സെക്രട്ടറി സന്ദീപ്, സോൺ ചെയർമാൻ ഡേവിസ് കല്ലിങ്ങൽ, ഇട്ടൂപ്പ് കോന്നുപറമ്പൻ, ഫാദർ സോളമൻ, സിസ്റ്റർ ക്രിസ്റ്റ് എന്നിവർ സംസാരിച്ചു. അഭിനന്ദിക്കേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ഫാദർ സോളമൻ അവറുകളെയാണ്. അദ്ദേഹവും പറയുമ്പോൾ ഒരു ഭിന്നശേഷിക്കാരൻ തന്നെയാണ്. കാഴ്ച പരിമിതിയുള്ള അച്ഛൻ ആ സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് കുട്ടികളെ കൊണ്ടുനടക്കുന്നത്. അതുപോലെ തന്നെ ഏറെ സന്തോഷമുണ്ട്. ചാലക്കുടിക്ക് അഭിമാനമായിട്ട് ശാന്തി ഭവന്റെ സിസ്റ്ററുടെ ലീഡർഷിപ്പില് 15 പേര് പങ്കെടുത്തതില് 11 പേർക്ക് സമ്മാനം കിട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7450 രൂപ, പവന് 59,600 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSKTU സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം പട്ടികജാതി പട്ടികവർഗ നഗറുകളിലെ വീടുകൾ സന്ദർശിച്ച് തയ്യാറാക്കിയ മെമ്മോറാണ്ടം കൊടകര ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾക്ക് സമർപ്പിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ അമ്പു തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയ ടൗൺ അമ്പ് വർണ്ണാഭമായി. തൃക്കൂർ മതിക്കുന്ന വേലയ്ക്ക് എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഇനി അതിദരിദ്രരില്ലാത്ത ഗ്രാമപഞ്ചായത്ത്. ചാലക്കുടി വെട്ടിക്കുഴി ജനവാസ മേഖലയിൽ പകൽ കാട്ടാന ഇറങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.